വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ലോകത്തിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ ഒരവസരം കൂടി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തനിമയിലേക്ക് എന്ന ഈ പഠനത്തിൽ ദൈവം നമുക്ക് അതിന് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ പ്രേരണകളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുനർജീവിപ്പിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാം. 19-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം വായിക്കുന്നു. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദം ആയിരിക്കുമാറാകട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, അവനവനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ദൈവം എൻ്റെ പാറ, ആ പാറയ്ക്ക് മാറ്റമില്ല, ശക്തിയുള്ളതാണ്. അതിനെ തകർക്കുവാൻ അത്ര എളുപ്പമല്ല. ആർക്കും ആ പാറയുടെ മേലെ സ്വൈര്യമായി വിഹരിക്കാം, ധൈര്യമായി ഏത് പ്രതികൂലങ്ങളിലും ആ പാറയുടെ മുകളിൽ മനുഷ്യന് അഭയം തേടാം. മാത്രമല്ല, അങ്ങനെ പാറയിൽ മാത്രമല്ല ദൈവത്തെ ഒരു ദൈവ പൈതൽ കാണുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരനുമാണ്. ദൈവം മാറ്റമില്ലാത്തവന്, അവൻ അനന്യന, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ പണ്ടുള്ളവ തന്നെ ഇന്നും ആ പ്രബോധനങ്ങൾ അതേ ശക്തിയോടെ അതേ ആർജവത്തോടെ ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ മനുഷ്യനാകട്ടെ എത്ര നിശ്ചയദാർഢ്യത്തോടെ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും വീഴ്ചകൾ സംഭവിക്കുന്നവനാണ്. മനുഷ്യൻ്റെ ഈ ആയുസ്സിലെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുന്നവൻ്റെ അടുക്കൽ സന്തോഷത്തോടെ തനിക്ക് ലഭിക്കുന്ന പ്രതിഫലം വാങ്ങുവാൻ കടന്നു ചെല്ലുക എന്നുള്ളതാണ്. അവിടെ ആ പ്രയാണത്തിൽ പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നതായുള്ള പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് എന്തൊക്കെയാണ്? ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കുന്നതാണ് നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാക്കുന്നത്. എന്നാൽ ദൈവം മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം ഉള്ളത്. കാരണം ഈ ലോകം, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുകയാണ്. ദുഷ്ടന് സ്വാധീനമില്ലാത്തതായ മനുഷ്യ ജീവിതത്തിൽ ഒരു മേഖലയും നാം കാണുന്നില്ല. എല്ലാ മേഖലകളിലും ദുഷ്ടൻ തൻ്റെ പരീക്ഷയുമായി മനുഷ്യൻ്റെ അടുത്തേക്ക് കടന്നു വരും. ഒരു അല്പം വിജയം കാണുമ്പോൾ മനുഷ്യനിൽ അഹങ്കാരം ഉണ്ടാകുന്നു. അല്പം നന്മ കാണുമ്പോൾ മറ്റുള്ളവരെ പുച്ഛിക്കുവാൻ പ്രേരിതനാകുന്നു. അല്പം ബലം കാണുമ്പോൾ ബലഹീനനെ താവടിയാക്കുവാൻ ഉള്ള പരീക്ഷ. മറ്റൊരാളെക്കാൾ ഉന്നതനാകുക എന്നുള്ളതാണ്
മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ്റെ സാത്താൻ കൊണ്ടുവരുന്ന പ്രേരണ. എന്നാൽ ദൈവികമായുള്ള ദൈവത്തിന് പ്രസാദമുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മെ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച് തരുന്നതിനായിട്ട് ദൈവം തൻ്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ്റെ ആഗ്രഹത്തിൽ നാം മനുഷ്യൻ എന്തായിത്തീരണം, പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും ഇരിക്കേണ്ടതിന് പിതാവേ, അവർക്ക് വേണ്ടി ഞാൻ എന്നെ ശുദ്ധീകരിക്കുന്നു. പുത്രൻ്റെ ആഗ്രഹം ഞാൻ ഇരിക്കുന്ന ഇടത്ത് ലോകത്തിലുള്ളവരും ഇരിക്കണം. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി ഏത് ത്യാഗവും സഹിക്കുവാൻ പുത്രൻ തയ്യാറായി. സ്വന്തം ജീവനെ പോലും ബലിയർപ്പിക്കുവാൻ തയ്യാറായിട്ടാണ് പുത്രൻ കർത്താവ് ലോകത്തിലേക്ക് വന്നത്. സുഖലോലുപതയെ കൂടി ഒരിക്കലും ദൈവഹിതം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുകയില്ല. പുത്രൻ ഇരിക്കുന്ന ഇടം എവിടെയാണെന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനെന്നാണ് നാം പുത്രനെക്കുറിച്ച് കാണുന്നത്. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനല്ലാതെ പിതാവിനെ ആരും കണ്ടിട്ടില്ല. പിതാവിനെ കണ്ട പുത്രൻ ലോകത്തിന് ആ പിതാവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പുത്രൻ്റെ ജീവിത ലക്ഷ്യം, ശുശ്രൂഷയുടെ ലക്ഷ്യം ലോകത്തിലുള്ളവരും താൻ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ആ മടിയിൽ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാനായി യോഗ്യരായി ആ പിതാവിൻ്റെ മടിയിലെ പരിലാളനം ഏൽക്കണം. അതിനുവേണ്ടി ഈ ലോകത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ദൈവം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ആകത്തുക മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുക. എന്നേക്കാൾ കുറവായി ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ അവനിലൊരു ന്യൂനത കണ്ടാൽ അവിടെ പരീക്ഷ മനോഭാവം ഉടലെടുക്കുക. താൻ നീതിമാനെന്നും മറ്റുള്ളവരൊക്കെയും പാപികളെന്നും ചിന്തിക്കുന്ന ആളുകളെ പരീക്ഷനെന്ന് ദൈവവചനം വിളിക്കുക. മറ്റുള്ളവർ പാപികൾ, ഞാൻ നീതിമാൻ. ആ പരീക്ഷയുടെ പ്രാർത്ഥനയിലും അതിൻ്റെ അഹങ്കാരമാണ് പ്രതിധ്വനിക്കുന്നത്. എന്നാൽ പ്രാർത്ഥന എന്നുള്ളത് എന്തായിരിക്കണമെന്ന് ഈ വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതാവണം. ദൈവത്തിന് പ്രസാദമുള്ളത് പ്രവൃത്തി എന്ന് പറയുന്നത് താൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതാണെന്ന് തിരുവചനം നമ്മളെ അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. താൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പല ഉപമകളിൽ കൂടി കർത്താവ് അത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ നിങ്ങളിൽ, നിങ്ങൾ എന്നിൽ.
നമുക്ക് വല്ലപ്പോഴും ചെന്ന് പാർക്കേണ്ടതിനുള്ള ഒരു അഭയസ്ഥാനമല്ല നമ്മുടെ ദൈവം. നിരന്തരം പാർത്ത് ദൈവത്തിൻ്റെ നന്മകളെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് ദീർഘക്ഷമയും ദയയും കരുണയും. ആ ദീർഘക്ഷമയാണ് മനുഷ്യനെ സൽപ്രവൃത്തികൾക്ക്, രക്ഷണ്യ വേലയ്ക്ക് യോഗ്യരാക്കുന്നത്. ഒന്നുകൊണ്ടും അസ്വസ്ഥരാകാതെ ലക്ഷ്യബോധത്തിന് വേണ്ടി യത്നിച്ച് തന്നെ ആവോളം പ്രയത്നിക്കുവാനാണ് ഓരോ മനുഷ്യജന്മത്തിൽ കൂടിയും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തെ താൻ സൃഷ്ടിച്ചതിനെ ഒന്നും പകയ്ക്കാതെ ഇരിക്കുന്ന ദൈവം തൻ്റെ സൃഷ്ടികളെയൊക്കെയും സ്നേഹിക്കുന്നു. മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെയും പക്ഷിലതാദികളെയും സർവപ്രപഞ്ചത്തെയും ദൈവം സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ വസിക്കുവാൻ ഈ പ്രപഞ്ചത്തെ ഒരുക്കുക എന്നുള്ളതാണ് മനുഷ്യനിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ധർമ്മം. സർവ സൃഷ്ടിയോടും സുവിശേഷം ഘോഷിക്കണം. ആയിരിക്കുന്നത് പോലെ പോരാ, നിനക്ക് പരിവർത്തനം ഉണ്ടാവണം, മാറ്റമുണ്ടാവണം, നീ പ്രയോജനപ്പെടണം. ഓരോ ചെറിയ കാര്യത്തിൽ പോലും കർത്താവിനെ ഉദാഹരണമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒരു കടുകുമണി, അത് ചെറിയ വിത്ത്, അതിൻ്റെ അല്പത്വം കൊണ്ടത് മാറി നിൽക്കാനുള്ളതാണ്. അതിനെക്കൊണ്ടും പ്രയോജനപ്പെടണം. ആ പ്രയോജനം ഈ പ്രപഞ്ചത്തിന് ഉപകാരമാവണം. ആ രീതിയിൽ ദൈവം ലോകത്തെ സംവിധാനം ചെയ്തു. ജ്വലിച്ച് പ്രകാശിക്കുന്ന സൂര്യനെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുവാൻ ചെറിയ മിന്നാമിനിങ്ങിനും ദൈവം അവസരം ഒരുക്കുന്നു. അതാണ് നാം ശ്രദ്ധിക്കുവാനുള്ളത്. നാം നമ്മുടെ ചുറ്റുപാടുമുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളെ പരിഗണിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യനെ പ്രകാശം നൽകുവാൻ, ജ്വലിപ്പിക്കേണ്ടതിന് മനുഷ്യന് അസാധ്യമാണ്. ഈ സൂര്യൻ മാറിപ്പോവും. രാത്രിയാകുമ്പോൾ സൂര്യൻ നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകും. അവിടെ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുവാൻ ചന്ദ്രനെ സൃഷ്ടിച്ചു, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു, ചെറിയ മിന്നാമിനുകളെയും സൃഷ്ടിച്ച ദൈവം ഇവയ്ക്കൊക്കെയും പ്രവർത്തനക്ഷമമാകുവാൻ, ഉപകാരപ്രദമാകുവാൻ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിന്മേൽ വാഴുവാനാണല്ലോ. സർവ സൃഷ്ടിയുടെ മേലും വാഴുവാൻ, എല്ലാത്തിനെയും സംരക്ഷിക്കുവാൻ. എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൽ വിലയുള്ളവരാണ്, മൂല്യമുള്ളവരാണ്. അവയ്ക്കൊക്കെയും അതിൻ്റേതായ സ്ഥാനം, ഈ പ്രപഞ്ചത്തെ പ്രകാശമാനമാക്കുവാൻ നൽകേണ്ട ചുമതലയാണ് മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ
ഏറ്റവും കൊച്ചു കൊച്ചു കുടുംബമായി ജീവിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയോ, നിങ്ങൾ സർവ്വ സൃഷ്ടിയോടും ഭൂമിയുടെ അറ്റത്തോളം പോയി സർവ്വ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിച്ച് കർത്താവിൻ്റെ സാക്ഷികളാകാൻ. വലിയ സമൂഹത്തിൽ നിന്നും ചുരുങ്ങിക്കൂടി കൊച്ചു സമൂഹമായി ന്യൂക്ലിയർ ഫാമിലിയായി ജീവിക്കുവാനല്ല, വലിയ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട ഒരു ദൗത്യ സംഘമാണ് ഓരോ ക്രിസ്തീയ സമൂഹവും, ഓരോ കുടുംബവും, ഓരോ വ്യക്തിയും. ഓരോ വ്യക്തിയിലും വളരെ അനവധി ചുമതലകൾ, കഴിവുകൾ നിക്ഷിപ്തമായിട്ടുണ്ട്. അവയെ ഒക്കെയും കണ്ട് മനസ്സിലാക്കി അത് ദൈവ സൃഷ്ടിയുടെ പരിപാലനത്തിന് പ്രയോജനപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെയും കടമ എന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം. നാം ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും ഒക്കെ ഉപരിയായുള്ള കൃപകളാണ് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞു തരുന്നത്. പുതിയ പുതിയ കൃപകൾ ഓരോ ദിവസവും നൽകി നമ്മെ പരിപാലിക്കുന്നു. അവിടെ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ നിനക്ക് പ്രസാദമാകണം. ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ പാറയായ ദൈവം, എൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം. ദൈവത്തിന് മാറ്റമില്ല, പാറയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു പോകുവാനുള്ള സാധ്യതകൾ അത്യന്തം അനവധിയാണ്. പ്രത്യേകിച്ച് വായിലെ വാക്കുകളാൽ, ഹൃദയത്തിലെ ധ്യാനത്താൽ. എൻ്റെ മനസ്സ് തിങ്ങി നിറയുന്നതാണല്ലോ വായ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുവാൻ, അത് ദൈവത്തിൻ്റെ സിംഹാസനമായി, ദൈവത്തിന് വാണരുളുവാനുള്ള ഒരു ഇടമായി പവിത്രീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടെടുപ്പുകാരനായ ദൈവത്തെ അനുനിമിഷം മനുഷ്യന് ആവശ്യമാണ്. വീണു പോകാവുന്ന ബലഹീന മനുഷ്യന്, വെറും പൊടിയ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നല്ലോ. നാം പൊടിയെന്ന് ഓർക്കുന്നു. നാം എത്ര ശക്തരാണ് എന്ന് നമ്മെക്കുറിച്ച് അഹങ്കരിച്ചാലും വാസ്തവം എന്താണ്? നമ്മുടെ പ്രകൃതി ദൈവം അറിയുന്നു. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. അതുകൊണ്ട് സ്വന്തം വിവേകത്തിൽ ഉണരരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തിയിലും ദൈവത്തെ ധ്യാനിക്കുക. ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനും ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ദിവസത്തിൽ നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം.